മത്തായി 6:33 നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ച് അപ്പൻ പറയുന്ന അനുസരിച്ച് അപ്പന്റെ മനസ്സിനാൽ, ചിന്തകളാൽ, നിർദ്ദേശങ്ങളാൽ ഭരിക്കപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ ഇവിടെ താമസിച്ച് നിനക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇതാണ് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ആദ്യം, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്താണ് ഇവിടെ പറയുമ്പോൾ അർത്ഥമാകുന്നത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം എന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതു ശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥന കുറിച്ചെടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 43-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയുടെ 7 യാചനകളിൽ ഒന്നാമത്തെ യാചനയെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ യാചനയിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. അങ്ങയുടെ രാജ്യം വരണമേ. നമ്മൾ ഈ ഒരു വിചിന്തന പരമ്പരയുടെ 5ഉം 6ഉം സെഷനുകളിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ദൈവരാജ്യം എന്നുള്ളത് ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ചിന്തയായിരുന്നു. അതുകൊണ്ട് ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ആദ്യം തന്നെ പങ്കുവെക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യത്തിന്റെ ആഗമനം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. നമ്മൾ ആ സെഷനുകൾ കാണുകയുണ്ടായി. ഈശോയുടെ പരസ്യവിധാനം മാത്രമല്ല, ഈശോയുടെ ദൈവത്തിൽ നിരന്തരം ഓരോ ഉപമ ഈശോ പറയുമ്പോഴും ഓരോരോ കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോഴും എല്ലാം ഈശോ നിരന്തരം ബന്ധിപ്പിച്ച ദൈവരാജ്യവുമായിട്ടാണ്. ഈശോ ഉത്ഥാനത്തിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പുള്ള ആ 40 ദിനരാത്രങ്ങൾ അനേകർക്ക് തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവനായി വേണ്ടത്ര തെളിവുകൾ നൽകുന്നതിനെ കുറിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഈശോ പഠിപ്പിച്ച വിഷയമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. അപ്പൊ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന വിഷയം ദൈവരാജ്യമാണ്. ഒപ്പം നമ്മൾ കാണുകയുണ്ടായി ഈശോയുടെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശയവും ദൈവരാജ്യം തന്നെയാണ്. ഈശോ ജനിക്കുമ്പോൾ തന്നെ പൂജരാജാക്കന്മാര് ബദ്രഹേമിലേക്ക് കിഴക്ക് നിന്നും അന്വേഷിച്ചു വരുന്നത്, എവിടെയാണ് യഹൂദർക്ക് രാജാവായിട്ട് ജനിച്ചവൻ. മംഗളവാർത്തയില് മറിയത്തിന് ഗൗരവമാലാഖ അറിയിപ്പ് കൊടുക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യത്തിന് അവസ്ഥാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്ന നമ്മൾ കാണുകയുണ്ടായി. വെളിപാട് പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായത്തില് വലിയ അടയാളമായിട്ട് സ്ത്രീയെ കാണിക്കുമ്പോൾ ആ സ്ത്രീ ഗർഭവതിയായിരുന്നു, ഒരു ആൺകുട്ടിയെ പ്രസവിക്കുന്നു. ആൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ജനപദങ്ങളെ ഇരുമ്പ് തണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണവൻ. വെളിപാട് 12-5-ാം തിരുവചനം. പിന്നീട് ഈശോയുടെ വിടാസഹനത്തെ പറ്റി ചിന്തിക്കുമ്പോഴും ഈശോയ്ക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണം ഇവൻ രാജാവാകാൻ പോകുന്നു, സീസറിനെതിരെ അതുകൊണ്ട് പ്രവർത്തിക്കുന്നവനാണെന്നുള്ളതാണ്. അതേക്കുറിച്ച് പീലാത്തോസ് ചോദ്യം ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. പടയാളികൾ ഈശോ പരിഹസിക്കുമ്പോൾ ശിരസിൽ മുൾമുടി അണിയിക്കുന്നതും ഞാങ്ങണ കൈ കൊടുക്കുന്നതും വൃത്തികെട്ട ചുമന്ന വസ്ത്രം അണിയിച്ചുകൊണ്ട് യഹൂദരുടെ രാജാവെ സ്വസ്തി എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ഇടവരുന്നതെല്ലാം ഈ ഒരു ദൈവരാജ്യ വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഈശോയുടെ കുരിശിന്റെ മുകളിൽ തറയ്ക്കപ്പെട്ട ശീർഷകം INRI, അതിന്റെ പിന്നിലുള്ള പരമാർത്ഥവും ഈശോയുടെ ദൈവരാജ്യ വിഷയ പ്രഘോഷണമായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന സുവിശേഷം മുഴുവന്റെ സാരസംഗ്രഹമാണ് എന്ന് CCC വിശുദ്ധ പിതാക്കന്മാരെ ഒത്തിരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന നമ്മൾ ആരും ശ്രദ്ധിച്ചല്ലോ. അത് വെച്ച് ചിന്തിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യം പറയേണ്ട യാചനയായിട്ട് നമ്മളിത് കാണേണ്ടതായിരുന്നു. ഏത്? അങ്ങയുടെ രാജ്യം വരണമേ. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ ഇത് 2-ാമത്തെ യാചനയായിട്ട് വന്നിരിക്കുന്നത്? നമുക്കതിലേക്ക് വരാം. ഇങ്ങനെ ഈശോയുടെ ജീവിതവും പ്രബോധനവുമായിട്ട് ആഴപ്പെട്ട് നിൽക്കുന്ന ചിന്ത ദൈവരാജ്യം. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ 7 യാചനകളില് ഏറ്റവും പ്രകടമായ രീതിയിൽ ഈശോയുടെ ദൗത്യവുമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യാചനയാണ് ഈ 2-ാമത്തെ യാചന, അങ്ങയുടെ രാജ്യം വരണമേ. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തില് 33-ാമത്തെ തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈശോ പഠിപ്പിക്കുന്നതായിട്ട് അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. അപ്പൊ ആദ്യം അന്വേഷിക്കേണ്ട കാര്യം ദൈവത്തിന്റെ രാജ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തില് 33-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അതിനു മുൻപ് 25 മുതലുള്ള വാക്യങ്ങളില്
ഈശോവരെ നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ പരിപാലന ആശ്രയിക്കുക എന്നൊരു ഹെഡിങ്ങാണ് സാധാരണ വിവർത്തകർ ആ ഭാഗത്തിന് കൊടുക്കുക. പക്ഷെ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? എന്ത് ഭക്ഷിക്കും എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട, എന്ത് കുടിക്കുമെന്നോർത്ത് വിഷമിക്കേണ്ട, ആകുലപ്പെടണ്ട, ഇത് ധരിക്കുമെന്നോർത്തുള്ള ഉത്കണ്ഠ നിങ്ങൾ ആഗ്രഹപ്പെടരുത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ അനുദിനമുള്ള വ്യഗ്രതകളുടെ വിഷയങ്ങളാകാവുന്ന ആവശ്യങ്ങളെ കുറിച്ച് ഒന്നൊന്നായിട്ട് എണ്ണി പറഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്, ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യം സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. എന്നിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ച് ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. ദൈവത്തിന്റെ രാജ്യം ആദ്യം അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് തരപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും സ്വന്തമാക്കേണ്ടതും ദൈവരാജ്യമാണ് എന്നാണല്ലോ അവിടുന്ന് അർത്ഥമാക്കുന്നത്. ഈശോ പങ്കുവച്ചിരിക്കുന്നതായ ധൂർത്തുപുത്രന്റെ ഉപമ, പന്നിക്കുട്ടി കിടക്കുന്ന ധൂർത്തുപുത്രന്റെ ഏറ്റവും വലിയ ഞെരുക്കമായിട്ട് ഈശോ ആ ഉപമയിൽ പങ്കുവച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അവന് ഭക്ഷിക്കാൻ ഒന്നുമില്ലെന്നായിപ്പോയി. ആ നാട്ടിൽ വലിയ ക്ഷാമമുണ്ടായി. അങ്ങനെയാണ് പന്നിക്കൂട്ടില് പന്നികളെ മേയ്ക്കുന്ന ജോലിയിലേക്ക് പോകുന്നത്. അവിടെയും അവന് ഭക്ഷിക്കാന് പന്നികൾക്കുള്ള തീറ്റയായ തവിട് പോലും കിട്ടിയിരുന്നില്ല. അങ്ങനെ വിശന്ന് വിഷമിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത്, തന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ദാസന്മാര് ജോലിക്കാരുണ്ട്, അവർക്ക് ഭക്ഷണം കഴിച്ച് മിച്ചം വരുന്നുണ്ട്. ഭക്ഷണത്തിന്റെ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് വിശപ്പിന് ഭക്ഷണം കഴിക്കുക. ആ ഒരു മേഖലയിൽ അവന്റെ ഞെരുക്കം അവിടെ അനുഭവപ്പെടുന്നതും, പിന്നെ അവന്റെ ഏറ്റവും വലിയ ഞെരുക്കം അവന് ആവശ്യത്തിന് വസ്ത്രമില്ല, കിടക്കാൻ സൗകര്യമില്ല. ഈ പന്നികളെ ഇങ്ങനെ കൈകൊണ്ട് തട്ടിയും ഒക്കെ ആയിട്ട് നിയന്ത്രിക്കാൻ നോക്കി അതുങ്ങൾ ഇങ്ങനെ വയലന്റ് ആയിട്ട് പെരുമാറുമ്പോൾ അവന്റെ കൈയുമെല്ലാം മുറിയാനിട വരുന്നു. ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളുടെ ഇടയിൽ വിചാരിക്കുക, അവൻ തന്റെ അപ്പന്റെ പക്കലേക്ക് കുറെ അപേക്ഷകൾ വെക്കുകയാണ്. അങ്ങനെ അപേക്ഷകൾ എഴുതുകയാണ്. അവൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എന്തായിരിക്കും? അപ്പാ, എനിക്കിവിടെ ഭക്ഷിക്കാനായിട്ട് ഒന്നുമില്ല, ഞാൻ പഞ്ഞം കടന്ന് വിഷമിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ജോലിക്കാർ പോലും ഭക്ഷിച്ചിട്ട് മിച്ചം വരുന്ന ഇതുമാത്രം ഭക്ഷണസാധനങ്ങളുണ്ട്, എനിക്കൊരു അല്പം ഭക്ഷണം കൊടുത്തു വിടാവോ അപ്പ. വീണ്ടും രണ്ടാമത്തെ യാചന അവൻ വെക്കാൻ പോകുന്നത് എന്തായിരിക്കും? സൂചിപ്പിച്ചതുപോലെ, അപ്പ എന്റെ ഉടുപ്പെല്ലാം മോശമായി കേടായി കീറി പറഞ്ഞു, എനിക്കിവിടെ ഒന്നും പൊതിക്കാനില്ല, ഉടുക്കാനില്ല, എന്റെ പഴയ ഉടുപ്പുകളിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും കുറച്ചെങ്കിലും എനിക്കൊന്ന് കൊടുത്തു വിടാവോ അപ്പ പ്ലീസ്. അവന് മൂന്നാമത്തെ യാചന എന്തായിരിക്കും അവന് വെക്കുക? അപ്പൊ പന്നികളെ എല്ലാം ഇങ്ങനെ നിയന്ത്രിക്കാൻ നോക്കിയിട്ട് അതുങ്ങളുടെ മൂർച്ചയുള്ള പല്ലെല്ലാം കൊണ്ട് എന്റെ കൈയെല്ലാം മുറിഞ്ഞു. നമ്മുടെ ആ ഒലിവ് തോട്ടത്തിലല്ല, അത്തിമര തോട്ടത്തിൽ നിന്നും നല്ല 2 കമ്പ് വെട്ടി എനിക്ക് തന്നു വിടാം, എനിക്ക് പന്നിയെല്ലാം ഒന്ന് നിയന്ത്രിച്ച് നിർത്താനായിട്ട് വേറെ ഒരു മാർഗവും അപ്പാ പ്ലീസ്. പിന്നെ അവൻ ചോദിക്കുന്നത് എന്തായിരിക്കും? അപ്പാ, എനിക്കിവിടെ കിടക്കാൻ ഒരു കട്ടിലൊന്നുമില്ല, ഈ മുരഞ്ഞ പന്നിക്കൂട്ടില് ഇങ്ങനെ കുശുത്ത പലക കഷ്ണം മാത്രമേ ഉള്ളൂ, അത് തന്നെ തീർന്നു, എനിക്ക് ആ ഒരു പഴയ കട്ടിലൊരെണ്ണം കൊടുത്തു വിടാവോ? ഞാൻ അത് പറ്റുകയല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പുറവശത്ത് എത്ര അറുത്ത ഉരുപ്പടികൾ പലകൾ കിടപ്പുണ്ട്, ഒരു 2 പലകയുടെ കഷ്ണം കൊടുത്തു വിടാവോ അപ്പാ പ്ലീസ്. ഇങ്ങനെയുള്ള അവന്റെ നിരവധിയായ അപേക്ഷകൾ, അവന്റെ ഞെരുക്കങ്ങളാണ് ശരിക്കും. അതൊന്നൊന്നായിട്ട് അവൻ എഴുതി അപ്പനൊരു അപേക്ഷയായിട്ട് കൊടുത്താൽ ആ അപേക്ഷ വായിക്കുന്ന അപ്പൻ എന്തായിരിക്കും ചിന്തിക്കുക എന്നാ തോന്നുന്നു? അത് വായിക്കുമ്പോഴേ അപ്പൻ ഉടനെ ജോലിക്കാരെ വിളിച്ചിട്ട് പറയടാ, വേഗം രാവിലത്തെ കാപ്പിയുടെ ബാക്കി അവിടെ എന്നാ ഉള്ളത് നോക്കിക്ക്, കുറച്ച് ഭക്ഷണം പായ്ക്കുന്നത് വേഗം കൊണ്ട് കൊടുക്കുക, എന്റെ കൊച്ചവിടെ കിടന്ന് പഞ്ഞം കിടക്കുക, പാവം കഷ്ടപ്പെടുകയാണ്. പിന്നെ അവൻ ഉടുക്കാൻ തുണി ഒന്നുമില്ലെന്ന് പറയുന്നു. അവന്റെ ആ മുറി പോയി നോക്കിക്ക്, അവൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഏതെങ്കിലും 2-3 എടുത്ത് ഒന്ന് പായ്ക്ക് വേഗം അവനെ കൊണ്ട് കൊടുക്കാം, പാവം കഷ്ടപ്പെടുക. പിന്നെ അവന് കിടക്കാൻ കട്ടിലൊന്നുമില്ലെന്നാ പറഞ്ഞത്. നമ്മുടെ പഴയ അപ്പുറത്തെ മുറിൽ കട്ടിൽ കിടപ്പില്ലേ, അത് ഒരെണ്ണെടുത്ത് നിങ്ങൾ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കൊടുത്ത് പാവം വെച്ച് കഷ്ടപ്പെടുകയാണ്. പിന്നെ അവന് പന്നികളെ നോക്കിയിട്ട് മടുക്കുന്ന, കൈയെല്ലാം പന്നിയുടെ ഈ തേറ്റ കൊണ്ട് മുറിഞ്ഞെന്നാ പറഞ്ഞത്. വേഗം ചെന്നിട്ട് ഒരു കമ്പല്ല, ഒരു 3-4 കമ്പ് ആ ഒരു മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് പാകത്തിനുള്ള വെട്ടി എടുത്തുകൊണ്ട് അത് പെട്ടെന്ന് പൊതിഞ്ഞ് വെട്ടിയെടുത്ത് നിങ്ങൾ വേഗം കൊണ്ട് കൊടുത്ത് എന്റെ കൊച്ചു കിടന്ന് കഷ്ടപ്പെടുക, പാവം. ഇങ്ങനെ പറഞ്ഞോണ്ട് അപ്പൻ ജോലിക്കാരെല്ലാം കൊടുത്തു വിടുമോ എന്നാ തോന്നുന്നത്? നമുക്കറിയാം, ഈ അപേക്ഷ ലിസ്റ്റ് വായിക്കുമ്പോഴേ അപ്പന്റെ ഉള്ളിൽ വരുന്നൊരു സങ്കടമുണ്ട്, വിഷമമുണ്ട്. എന്താണ് ഇത്? കൊടുക്കാനുള്ള വിഷമമാണ്, ഈ സാധനം എല്ലാം കൊടുത്തു വിടാനുള്ള സങ്കടമാണ്? അല്ല. അപ്പൻ എന്തായിരിക്കും പറയാ, എന്റെ മോനെ നീ എന്തിനായി പന്നിക്കൂട്ടി കിടക്കുന്നത്? നീ അവിടെ നേടിയിട്ട് ഇങ്ങോട്ട് വന്നേ, അപ്പായുടെ മോനല്ലേ, അപ്പായുടെ അടുത്ത് വന്ന് താമസിച്ച് നിന്റെ മുറി ഇവിടെ കിടപ്പില്ലേ, നിനക്ക് ഇവിടെ ഭക്ഷണം എന്തുമാത്രമുണ്ട്. മാത്രമല്ല ഈ ആട്ടുമറ്റവും കൊടുത്ത കാളക്കുട്ടി എന്തുമാത്രം നിനക്ക് ഇഷ്ടമുള്ളവരെല്ലാം എപ്പം വേണേ കൊന്ന് കറി വെച്ച് അല്ല ഫ്രൈ ചെയ്ത് കഴിക്കാൻ പാടില്ലേ, നിനക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഇവിടെ കിടപ്പെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല, എന്തിനാ നീ പന്നിക്കുട്ടി കിടക്കുന്നത്? അവിടെ കിടക്കുന്നതുകൊണ്ടല്ലേ നിനക്ക് ഈ കഷ്ടപ്പാടെല്ലാം വരുന്നത്? അപ്പൊ അപ്പനോട് പറയുന്ന ഒറ്റ പോയിന്റ് ഇത്രയുള്ളൂ, മോനെ നീ അവിടെ നിന്ന് എണീറ്റിട്ട് അപ്പന്റെ പക്കലേക്ക് വാ,
അപ്പന്റെ അടുത്ത് അപ്പന്റെ സാന്നിധ്യം അനുഭവിച്ച് അപ്പന്റെ മോനായിട്ട് ജീവിച്ചേ. വാസ്തവത്തിൽ അവന്റെ പ്രശ്നം എന്തായിരുന്നു? അപ്പന്റെ കൂടെ അപ്പന്റെ മനസ്സനുസരിച്ച് അപ്പനെ അനുസരിച്ച് അപ്പന് ചേർന്ന് മോനായിട്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് എന്റെ സ്വാതന്ത്ര്യം വേണം, എനിക്ക് എന്റെ ഇഷ്ടം പോലെ ജീവിക്കണം. തിരിച്ചവൻ വീട്ടിലേക്ക് വരാൻ അപ്പനിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അപ്പൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപ്പന്റെ മനസ്സോടുള്ളു ചേർത്ത് അപ്പനെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചേ. അതാണ് ഈശോ പറയുന്നത്. മത്തായി 6:33 നമ്മൾ വായിക്കുന്നത്, അവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ചേ. അപ്പൻ പറയുന്ന അനുസരിച്ച് അപ്പന്റെ മനസ്സിനാൽ, ചിന്തകളാൽ, നിർദ്ദേശങ്ങളാൽ ഭരിക്കപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ ഇവിടെ താമസിച്ച് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇതാണ് അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ആദ്യം, ബാക്കി എല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടുന്ന് പറയുമ്പോൾ അർത്ഥമാകുന്നത്. ഇപ്പൊ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിന്റെ പക്കലേക്ക് നോക്കിയിട്ട് അതും ഇതും മറ്റേതും ഇങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ കാട് കയറി വിഷമിക്കുന്നത് ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കാൻ വീഴ്ച വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന പ്രാർത്ഥനയിലെ ഏറ്റവും മർമ്മസ്ഥാനത്ത് പ്രകടമായി തന്നെ നിലകൊള്ളുന്ന യാചനയാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള യാചന. ആ യാചനയുടെ അർത്ഥം നമ്മൾ ആഴത്തിലെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവില്ല. അപ്പന്റെ സ്നേഹത്തിന്റെയും അപ്പന്റെ സമൃദ്ധിയുടെ എല്ലാം നിറവും നമ്മൾ അനുഭവിച്ചു ജീവിക്കാൻ ഇടവരും എന്നതിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോയുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.